സ്നേഹമുള്ളവരെ, ഏപ്രിൽ 9 കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വാഗ്വാദങ്ങളും വാഗ്പോരാട്ടങ്ങളും റോഡ് ഷോകളുമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന് മുൻപേ തന്നെ, ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ AKCC മുതലായിട്ടുള്ള സമുദായ സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും കേരളത്തിലുടനീളം മുന്നേറ്റ യാത്രകൾ നടത്തി തങ്ങളുടെ ശക്തി തെളിയിച്ചിട്ടുള്ളതാണ്. ഇത് റോഡ് ഷോകളുടെ കാലമാണ്. ഇപ്പോൾ നടക്കുന്ന റോഡ് ഷോകളുമൊക്കെ ആയിട്ട് ജെറൂസലേമിലേക്ക് യേശു നടത്തിയ യാത്രയെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. ജെറൂസലേം സമാധാനത്തിൻ്റെ നഗരമെന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ഒരിക്കലും സമാധാനം പുലരാത്ത നഗരമാണ് എങ്കിൽ പോലും അവിടെ യുദ്ധം ജയിച്ചു വന്ന രാജാക്കന്മാരും വാഗ്ദാന പേടകത്തെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന ദാവീദ് രാജാവുമൊക്കെ പല തരത്തിലുള്ള ശക്തി പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് രാജ്യം മുഴുവനും കീഴടക്കി വന്ന സോളമനും വാഗ്ദാന പേടകം തിരിച്ചു കൊണ്ടുവന്ന ദാവീദുമൊക്കെ നടത്തിയ വലിയ ശക്തി പ്രകടനങ്ങൾ, ഈ ശക്തി പ്രകടനങ്ങളെക്കാളുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് യേശു ഇന്ന് ജെറൂസലേം നഗരത്തിലേക്ക് ഒരു പ്രവേശനം നടത്തുന്നത്. യേശു നടത്തുന്ന ഈ ഒരു പ്രവേശനത്തിന് നമ്മുടെ നാട്ടിലുള്ള റോഡ് ഷോകളെക്കാളും ഇതിനു മുൻപ് ജെറൂസലേമിൽ നടത്തപ്പെട്ടതായിട്ടുള്ള യാത്രകളെക്കാളും പ്രകടനങ്ങളെക്കാളുമൊക്കെ കുറച്ചേറെ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ വ്യത്യാസമാകട്ടെ, അവന് ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത് ഇതുവരെയും ഇല്ലാത്ത തരത്തിൽ ഒരു പുതിയ ഒരു മാറ്റത്തിന്, യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെയുള്ള യേശുവിൻ്റെ ഒരു ശൈലി മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. ഇതുവരെയും പല രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തികൾ ചെയ്യുകയും പലതരത്തിലും മനുഷ്യനെ ആകർഷിക്കാനും സ്വാധീനിക്കാനുമായിട്ടുള്ള കാര്യങ്ങൾ യേശു ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എല്ലാം യേശു അവരോട് പറയും, ഇത് ആരോട് നിങ്ങൾ പറയാൻ പാടില്ല. അവരെല്ലാവരും അതിനെ സംബന്ധിച്ച് വാചാലരായി എങ്കിലും യേശു പറയും, നിങ്ങളിത് ആരോടും പറയരുത്. ഇവിടെയാകട്ടെ യേശു പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ആർത്ത് വിളിച്ചില്ല എങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പ്രകടനത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നത് യേശു തന്നെയാണ്. അവിടുന്ന് പറയും, നിങ്ങൾ പോവുക ഇന്ന സ്ഥലത്ത്, അവിടെ ഒരു കഴുതക്കുട്ടിയെ ഒരു കഴുതയോടൊപ്പം കെട്ടിയിട്ടിരിക്കുന്നത് കാണും, അതിനെ നിങ്ങൾ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയണം. അവർ പോയി ഈ കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വരുന്നതായിട്ടും അതിൻ്റെ മുകളിൽ യേശു യാത്ര ചെയ്യുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഇതുവരെയും മറ്റുള്ളവരുടെ മുൻപിൽ അങ്ങനെ പ്രകടനാത്മകമായി പ്രത്യക്ഷപ്പെടാത്തതായിട്ടുള്ള യേശു ഇവിടെ തൻ്റെ ശൈലിക്കൊരു മാറ്റം വരുത്തി എന്നുള്ളതാണ്. രണ്ടാമതാകട്ടെ, യേശു ഇതുവരെയും ആരും പ്രവേശിച്ചിട്ടില്ലാത്ത വഴിയിലൂടെയാണ്, കവാടത്തിലൂടെയാണ് ജെറൂസലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ കവാടം അജകവാടം എന്ന പേരിൽ അറിയപ്പെടുന്ന കവാടമാണ്. അജകവാടത്തിൻ്റെ പ്രത്യേകത, അവസാന ദിവസം മിശിഹ ആഗതനാകുമ്പോൾ മിശിഹ സകല മരിച്ചവരെയും ഉയർപ്പിച്ചുകൊണ്ട് തന്നെയും ഈ കവാടത്തിലൂടെ ജെറൂസലേം നഗരത്തിലേക്കും ദേവാലയത്തിലേക്കും പ്രവേശിക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇപ്പോഴും അവർക്ക് ആ വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെറൂസലേം ദേവാലയത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ അടക്കപ്പെടാനാണ് ഇസ്രായേൽക്കാർ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ കല്ലറകൾ അവിടെയാണുള്ളത് എന്നുള്ളതാണ് സത്യം. ഇവിടെ ആവട്ടെ, ഒരു മൃഗമാണെങ്കിൽ പോലും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത് കൊല്ലപ്പെടണമെന്നുള്ള ഒരു നിയമം അവിടെ നിലവിലിരുന്നു. ഈ സമയത്താണ് യേശു ഈ കവാടത്തിലൂടെ അനേകായിരം ആളുകളെ കൊണ്ട് പ്രവേശിക്കുന്നത്. അതായത് യേശു പറയാൻ ഉദ്ദേശിച്ചത്, താനിതാ കൊല്ലപ്പെടാനായിട്ടുള്ള കുഞ്ഞാടായി മാറിയിരിക്കുന്നു. പെസഹ തിരുനാളിന് മുൻപ് 4 ദിവസം മുൻപേ പെസഹായ്ക്ക് കൊല്ലപ്പെടാനായിട്ടുള്ള ആട്ടിൻകുട്ടികൾ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുകയും പുരോഹിതന്മാർ അതിനെ പരിശോധിക്കുകയും അത് കുറവില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണമായിരുന്നു. ഇവിടെ യേശു ആകട്ടെ ഇതുവരെ ആരും പ്രവേശിച്ചിട്ടില്ലാത്ത ഈ കവാടത്തിലൂടെ പ്രവേശിക്കുകയും തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ, ദേവാലയത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കുകയും കൊല്ലപ്പെടാനിരിക്കുന്ന പെസഹ കുഞ്ഞാടായി തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. മൂന്നാമത്തെ ഒരു വ്യത്യാസമാകട്ടെ, അവിടെ എപ്പോഴും ആളുകൾ പ്രവേശിക്കുമ്പോൾ അവരുടെ കയ്യിൽ
വിജയാഹ്ലാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ കൈകളിലുണ്ടായിരുന്നത് ഒലിവ് ചില്ലകളായിരുന്നു. ഒലിവ് ചില്ലകൾ എന്നും വിജയത്തിൻ്റെ പ്രതീകമാണ്. ആദിമകാലങ്ങളിൽ ഒളിമ്പിക്സ് മുതലായിട്ടുള്ള വലിയ കായിക മാമാങ്കങ്ങൾ നടത്തുമ്പോൾ അവർക്ക് വിജയത്തിൻ്റെ പ്രതീകമായിട്ട് കൊടുത്തിരുന്നത് ഒലിവ് ചില്ലകളായിരുന്നു. ഇന്നും രക്തസാക്ഷികളായിട്ടുള്ള വിശുദ്ധാത്മാക്കളുടെ കൈകളിൽ ഒലിവ് ചില്ലകൾ നമ്മൾ കാണും. റാണി മരിയയുടെ കയ്യിൽ ഒലിവ് ചില്ലകളാണുള്ളത്. ആ ഒലിവ് ചില്ലകൾ പ്രതിനിധാനം ചെയ്യുന്നത് വിജയാഘോഷത്തെ ആയിരുന്നു അത്രയും കാലമെങ്കിൽ ഇതാ ഇപ്പോൾ മുതൽ ഒലിവ് ചില്ലകൾ സമർപ്പണത്തിൻ്റെ അടയാളം കൂടിയായിട്ട് മാറുകയാണ്. വിജയത്തോടൊപ്പം തന്നെ സമർപ്പണത്തിൻ്റെ അടയാളം, ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തിൻ്റെ അടയാളം കൂടിയായിട്ടാണ് ആളുകൾ കയ്യിൽ ഒലിവ് ചില്ലകൾ ഉയർത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും നാലാമത്തതുമായിട്ടുള്ള വ്യത്യാസമാകട്ടെ, എല്ലായിടത്തും വിജയ ആഹ്ലാദങ്ങളിൽ ആർപ്പുവിളികളാണ് ഉണ്ടാവുന്നത്, രാജാവിന് ജയ്വിളികളാണ് ഉണ്ടാവുന്നത്. ഇവിടെ ആകട്ടെ ജയ്വിളികളുടെ അപ്പുറത്തേക്ക് ഓശാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു നേർത്ത വിലാപവും കൂടെ നമുക്ക് ഈ ഓശാന ഞായറാഴ്ച കേൾക്കാൻ സാധിക്കും. അവർ ആ സമയത്ത് അതിഭീകരമായിട്ടുള്ള രാഷ്ട്രീയ അടിമത്തത്തിലായിരുന്നു. നൂറ്റാണ്ടുകളായിട്ട് രാഷ്ട്രീയ അടിമത്തത്തിൽ, ഏതാണ്ട് 700 വർഷങ്ങളായി അവർ രാഷ്ട്രീയ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളായിരുന്നു. വിവിധ ജനവിഭാഗങ്ങൾ അവരെ അടിമകളാക്കിയിരുന്നു. അസിറിയക്കാർ, ബാബിലോൺകാർ, ഗ്രീക്കുകാർ, ഇപ്പോൾ റോമക്കാർ, ഇങ്ങനെ ഏതാണ്ട് 8 നൂറ്റാണ്ടുകളായിട്ടുള്ള അടിമത്വത്തിൻ്റെ അവസാനം പ്രതീക്ഷ കൈവിടാത്ത ഒരു ജനം. ഈ ജനമാണ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ആർപ്പ് വിളിക്കുന്നത്. യേശുവിൻ്റെ കൂടെ അത്രമാത്രം ആളുകൾ ചേർന്നതും ഞങ്ങളെ രക്ഷിക്കണമേ, അവന് രക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു തരത്തിലുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് യേശു അവരെ രക്ഷിക്കാനായിട്ട് ഒരുക്കവുമായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. പക്ഷേ അവിടെ ഒരു മാറ്റം കാണുന്നത്, യേശു അവരെ രക്ഷിച്ചു, ലോകം മുഴുവനും രക്ഷിച്ചു. യേശു രക്ഷിച്ചത് പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആധിപത്യത്തിൽ നിന്നോ അടിമത്തത്തിൽ നിന്നോ ആയിരുന്നില്ല. ജനങ്ങൾ പറയും ഞങ്ങളെ ഇപ്പോഴേ രക്ഷിക്കണമേ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു അടിമത്ത വിമോചനമാണ് അവരുദ്ദേശിച്ചത് എങ്കിൽ അതിന് തീർച്ചയായിട്ടും യേശു മറുപടി കൊടുത്തത് ആത്മീയമായിട്ടുള്ള ഒരു വിമോചനം എന്നുള്ള തരത്തിലായിരുന്നു. പാപത്തിൽ നിന്നും ഒരു മനുഷ്യനെ അടിമപ്പെടുത്തുന്നതായിട്ടുള്ള സകലതിൽ നിന്നുമുള്ള രക്ഷയായിരുന്നു യേശു കൊടുത്തത്. അവരുടെ ആ നിലവിളിക്ക് യേശു ഉത്തരം കൊടുത്തു എന്നാണ് ദുഃഖവെള്ളിയാഴ്ച. ദുഃഖവെള്ളിയാഴ്ച അതിനോട് ചേർന്നുള്ള ജെറൂസലേം ദേവാലയത്തിൽ നിന്നും ഏറെ ദൂരെയല്ലാത്ത കാൽവരിക്കുന്നിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളിക്ക് യേശു മറുപടി കൊടുത്തു. പക്ഷേ ആ സമയത്താകട്ടെ അവരുടെ ഇടയിൽ നിന്നും ഉണ്ടായതായിട്ടുള്ളത് മറ്റൊരു തരത്തിലുള്ള ആക്രോശമായിരുന്നു. ഇപ്പോൾ ഓശാന വിളിച്ച ആളുകൾ അവനെ ക്രൂശിക്കുക എന്നാണ് നിലവിളിച്ചത്. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്നുള്ളൊരു ആക്രോശം നമ്മൾ യേശുവിൻ്റെ വിചാരണ വേളയിൽ കേൾക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ള നിലവിളിയുടെ പ്രത്യുത്തരമായിരുന്നു യേശുവിൻ്റെ കുരിശ് എന്ന് അവർക്ക് അപ്പോഴും മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല ദൈവത്തിൻ്റെ രക്ഷ നമ്മുടെ അടുക്കലേക്ക് എത്തുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ദിവസം നമ്മൾ നിലവിളിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. ഓരോ ഞായറാഴ്ചയും അല്ല, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമ്മൾ നിലവിളിക്കുന്നുണ്ട്, ഓശാന, ദാവീദിൻ്റെ പുത്രൻ ഓശാന, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓരോ വിശുദ്ധ കുർബാനയിലും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ നിലവിളിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നും ഈ നിലവിളി വരേണ്ട ഒരു കാലഘട്ടമാണിത്. ഏതൊക്കെ തരത്തിലാണ് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്നതെന്ന് അതിനെ പറ്റിയിട്ടുള്ള തികഞ്ഞ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. സാമൂഹികമായിട്ട് ഒറ്റപ്പെട്ട ഒരു വിഭാഗമാണ് ഇന്ന് കേരളത്തിലെ നമ്മൾ എന്ന് പറഞ്ഞാൽ, നമ്മളെ കടിച്ചു കീറാൻ വരുന്ന സിംഹം കാട്ടിൽ പതിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നമ്മുടെ മുൻപിൽ ഇപ്പോൾ തന്നെ ചാടി വീഴാനിരിക്കുന്ന കടുവയും നമ്മുടെ മുൻപിലുണ്ട്. ആരോട് ചേരുമെന്നുള്ളത്, ആരുടെ കൂട്ടത്തിൽ നിലകൊള്ളുമെന്നുള്ളത്, ഇതുവരെയും നമ്മളെ
ഉപകരണങ്ങളാക്കിയ നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്ന് നമ്മളെ പുറംകാലുകൊണ്ട് ചവിട്ടി മാറ്റുകയോ അല്ല എങ്കിൽ നമ്മളെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തുകയോ ചെയ്തിട്ട് തികച്ച് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്കുണ്ട്, സാമൂഹിക സാഹചര്യം നമുക്കുണ്ട്. അതിലേറെ ഉപരിയായിട്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് കഴിയാത്ത തരത്തിൽ ആരാധനാക്രമപരമായിട്ട് പോലും സാംസ്കാരികമായിട്ട് പോലും നമ്മൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ വിഭജനത്തെ മറ്റുള്ളവർ മുതലെടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ പക്ഷേ നമ്മളിപ്പോഴും ഈ ഒരു അപകടാവസ്ഥ തിരിച്ചറിയാതെ ഗതകാലത്തിലുണ്ടായിരുന്ന സമൃദ്ധിയിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളാവട്ടെ യുവാക്കളാവട്ടെ ഇതൊന്നും വലിയ താല്പര്യമില്ലാത്ത തരത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. ഇടവപ്പള്ളിയോട് താല്പര്യമുണ്ട്, ഒരുപക്ഷെ വികാരിയച്ചന്മാരോട് താല്പര്യമുണ്ട്, പക്ഷേ സഭയോടുള്ള താല്പര്യം ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഐക്യവും സ്നേഹവും പരസ്പര സഹകരണങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു വർത്തമാന യാഥാർത്ഥ്യത്തിൽ മറ്റുള്ളവർ നമ്മളെ പുറംകാലുകൊണ്ട് ചവിട്ടി മാറ്റുന്ന ഇന്നത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ നിലവിളിക്കണം. നിലവിളിച്ചില്ല എങ്കിൽ യേശു പറയുന്നത് പോലെ നിങ്ങളിപ്പോൾ നിലവിളിച്ചില്ല എങ്കിൽ കല്ലുകൾ നിലവിളിക്കും. കല്ലുകൾ എപ്പോഴും ഉണ്ടാവുന്നത് പടുത്തുയർത്തപ്പെടുന്ന ദേവാലയങ്ങളും ഭവനങ്ങളുമൊക്കെ തച്ചുടയ്ക്കപ്പെടുമ്പോഴാണ്. അത് നിർമ്മിക്കപ്പെട്ടിരുന്ന കല്ലുകൾക്ക് ജീവൻ വയ്ക്കുന്നത് അപ്പോഴാണ്. അതിൻ്റെ പൂർവ്വകാലത്തിലുണ്ടായിരുന്ന ഭൂതകാലത്തിലുണ്ടായിരുന്ന ആ ഒരു വലിയ സമൃദ്ധിയെ, ആ ഒരു കാലത്ത് അതിനുണ്ടായിരുന്നതായിട്ടുള്ള നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഈ കല്ലുകൾ നിലവിളിക്കുമെന്നാണ് യേശു പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ നിലവിളിക്കേണ്ട കാലമായി. ഈ ഓശാന ഞായറാഴ്ച യേശുവിൻ്റെ മുൻപിലുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണം, അതോടൊപ്പം തന്നെ യേശുവിനോടൊപ്പമുള്ള ഒരു സ്വർഗീയ ജെറൂസലേമിലേക്കുള്ള പ്രവേശനം, അതുകൂടെ തന്നെ സമഗ്ര വിമോചനത്തിനായിട്ടുള്ള അനന്തമായിട്ടുള്ള സമഗ്ര വിമോചനത്തിനുള്ള ഒരു അഭിവാഞ്ച നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഓശാന ഞായറാഴ്ചയ്ക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാം. ഓശാന ഞായറാഴ്ച എന്നുള്ളത് ജെറൂസലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനം എന്നതുപോലെ തന്നെ ഇത് വലിയ ആഴ്ചയിലേക്കുമുള്ള പ്രവേശനമാണ്. 2 കവാടങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുകയാണ്. ഈ കവാടത്തിലൂടെ ഓശാന ഞായറാഴ്ച എന്നുള്ള കവാടത്തിലൂടെ വരാനിരിക്കുന്ന വലിയ ആഴ്ചയിലേക്കും കൂടെ നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള നിലവിളികൾ ഉയരട്ടെ. ഓശാന, ദാവീദിൻ്റെ പുത്രൻ ഓശാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ നിലവിളിയോടെ, ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ തുടർന്നുള്ള തിരുക്കർമ്മങ്ങൾ ആഘോഷിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.